Hi friends, welcome back to our video. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് മസാലയുടെ റെസിപ്പിയാണ്. ഞാൻ ഒരു ടൈം റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ചതാണ്. എനിക്ക് അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റെസിപ്പി ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും എടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ സോൾട്ടും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വിനെഗർ കൂടെ ആഡ് ചെയ്യാം. വിനെഗറോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ആഡ് ചെയ്യാം. ഞാൻ ലെമൺ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ വിനെഗർ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മീൻ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. റൗണ്ട് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ സ്രാവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മീനിലോട്ട് നമുക്ക് മസാല നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം. 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടാവുമ്പോൾ നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നല്ലോണം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. പിന്നെ നമ്മൾ ഇനി ഇത് വീണ്ടും വേവിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ, സൈഡ് ഇത്ര ആയാൽ മതി, ഒരു സൈഡ് ഇത്ര ആയാൽ മതി. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ വല്ലാണ്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാ പീസും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ മീൻ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഞാൻ നല്ലോണം കട്ടി കുറച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറുതായിട്ട് ചില പീസൊക്കെ ഒന്ന് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അതൊന്നും സാരില്ല. അടുത്തതായിട്ട് കുറച്ച് കുഴിഞ്ഞിട്ടുള്ളൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ഏലക്ക, 3 ഗ്രാമ്പു, 2 കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു 1.5 സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. ഒരു ചെറിയ ടീസ്പൂൺ ചെറിയ ജീരകം. ഈ സ്പൂണിന് 1 സ്പൂണ് വലിയ ജീരകം ഇടുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് തേങ്ങ ആഡ് ചെയ്യാനുണ്ട്. ഇതൊരു 1/2 കപ്പ് തേങ്ങയുണ്ട്, ചിരകി വെച്ചതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴന്ന് വരണം. അതിന് ശേഷം ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഇത് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി ആ പാനിലോട്ട് നമ്മൾ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ എടുത്ത പോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ച സവോളയാണ്, 1.5 സവോള ഉണ്ട്. ഒരു വലിയ പച്ചമുളക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്. ഇനി ഇത് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ മീനിൽ മസാല തേച്ചപ്പോഴും കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു. ഇപ്പോഴും 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് വലിയ ജീരകം പൊടിച്ച കൂടെ ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ എടുത്ത അതേ സ്പൂണിന് ഒരു 1.5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ മീൻ പൊരിച്ച് വെച്ചതിൻ്റെ എണ്ണ ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കളർ ഇങ്ങനെ. ഇനി ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മസാലയുടെ
പച്ചമണം എല്ലാം ഒന്ന് മാറി കിട്ടണം. കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു 2 തക്കാളിയുടെ പേസ്റ്റാണ്, 2 മീഡിയം സൈസ് തക്കാളിയാണ്. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ സവോളയും തേങ്ങ എല്ലാം കൂടെ വറുത്ത് വെച്ചിരുന്നില്ലേ, അത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വല്ലാണ്ട് ലൂസാക്കില്ല, വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല വേറെ. നല്ല തിക്കായിട്ട് തന്നെ വേണം. ചിലർക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. സാധാരണ ഒരു മീൻ കറി പോലെ ഒന്നും അല്ല. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീനിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് തിളച്ചാൽ മതിയാവും. അപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ടാവും. കുറച്ച് കസൂരി മേത്തി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ കയ്യിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അതും കൂടെ ആഡ് ചെയ്യാം. ഇത് ചേർത്ത് നല്ലൊരു ഫ്ലേവറാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡിയാണ്. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്